പശ്ചിമേഷ്യയിൽ അസാധാരണമായ ഒരു നീക്കമാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. ഇറാൻ മിസൈലുകൾ വിന്യസിച്ചു തുടങ്ങി എന്നുള്ള ഒരു വാർത്ത വരുന്നു. ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡാണ് വിവിധ ഇടങ്ങളിലായിട്ട് മിസൈലുകൾ വിന്യസിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഗോർദാദ് ഒരു സീരീസിൽപ്പെട്ട മിസൈലുകളാണ് വിന്യസിച്ചിരിക്കുന്നത്. 200 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗോർദാദ് 15 സയ്യിദ് 3 എന്നീ മിസൈലുകളാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ട്രംപ് ജനുവരി 20 അധികാരമേറ്റെടുത്തതിന് പിന്നാലെ ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടാകും എന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളടക്കം സുരക്ഷാ പരിധിയിലേക്ക് കൊണ്ടുവരികയും മിസൈലുകൾ വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു നീക്കം നടത്തുന്നത് ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ടാണ്. അത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, താൻ അധികാരം ഏൽക്കുന്നതിന് മുൻപ് തന്നെ ബന്ദികളെ വിട്ടയക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ച് ഉള്ള നീക്കങ്ങൾ ആണ് ദോഹ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. മൊസാദിൻ്റെയും ഒപ്പം ഹമാസിൻ്റെയും ഒക്കെ ആളുകൾ അതിൻ്റെ ചർച്ച ഒരു ഭാഗത്തേക്ക് പോകുന്നു. 33 ബന്ദികളെ ഉടൻ വിട്ടയക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഒപ്പം തന്നെ ഇറാൻ്റെ നേർക്ക് ട്രംപ് അധികാരമേൽക്കുന്നതിന് പിന്നാലെ ആക്രമണമുണ്ടാകും, ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടാകും എന്ന വാർത്തകളും. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഒരു അസാധാരണ നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും ഇറാൻ ഈ മിസൈലുകൾ ഇപ്പോൾ വിന്യസിച്ച് കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.